ശക്തിപീഠം ദേവി വിദ്യാജലവാസിനി അമ്മയെ ഞാനുമായിട്ട് 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അമ്മയെ ഞാനുമായിട്ട് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അമ്മ എന്നെ ഇവിടെ ഇരുത്തിയിട്ട് ഈ കോവിലിൻ്റെ അകത്ത് കയറി ദേവിയെ തൊഴുതിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ആ വന്ന സമയത്ത് ഇവിടെ ഈ കെട്ടിടങ്ങളൊന്നുമില്ല, വെറും ചെടിയായിരുന്നു. ഞാൻ ഒരു കല്ല് കൊണ്ടിട്ടിട്ടാണ് അമ്മ ഇവിടെ ഇരുന്നത്. അന്ന് ഭയങ്കര ചെളി, ഇത്ര ആളുകളില്ലായിരുന്നു. എന്നെയും സുധാ അമ്മയോടും പറഞ്ഞ് അകത്ത് പോയി തൊഴാൻ. അപ്പം നമ്മൾ രണ്ടുപേരും അകത്ത് പോയപ്പോൾ ഞങ്ങളെ രണ്ടുപേരും ദേവിയുടെ മുമ്പ് എത്തി. ബാക്കി നിന്ന ആളുകളെയൊന്നും അകത്ത് കയറ്റിയില്ല. അവരെല്ലാം മിണ്ടാതെ നിന്നു. ഇവിടുത്തെ പണ്ടിട്ടും മിണ്ടാതെ നിന്നു. അങ്ങനെ ദേവിയുടെ അടുത്ത് കുറേ സമയം ഞാൻ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ സംഭവിക്കുകയാണ് എന്ന്. എല്ലാവരും അങ്ങനെ കലിക്കാതെ നിൽക്കണം. ഒരു സമയം കഴിഞ്ഞപ്പോൾ സുധാ അമ്മയോടെ ഞാൻ പറഞ്ഞ് ഇനി മറ്റുള്ളവർ തൊഴിട്ട് നമുക്ക് മാറിക്കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടെ നിന്നിട്ട് ഞങ്ങൾ മാറിക്കൊടുത്തപ്പോൾ എല്ലാ ആളുകളും ചെയ്യില്ല. അവരെ ഇത്രയും പേര് അമ്മ ഒരു മായാവിദ്യയിൽ നിർത്തിയിരിക്കുകയായിരുന്നു. ഞാൻ ഈ പറയണത് മറ്റാർക്കും വേണ്ടിയല്ല, ഇത് എൻ്റെ ആവശ്യത്തിന്, എനിക്ക് വേണ്ടി എൻ്റെ ഗുരു, എൻ്റെ ദൈവം, എൻ്റെ അല്ല, ഇത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി. ഇതായിട്ട് അവിടെ എല്ലാം മാറ്റം വന്നു. ഇനി ഞാനും അമ്മയെയും ആയിട്ട് നേരെ കരയിൽ പോയി 2 രാത്രി ഉറങ്ങിയ സ്ഥലത്തേക്ക് നമുക്ക് പോവാം. സ്വാമിയോളം ഉള്ളപ്പോൾ ഞാനിവിടെ സ്ഥിരമായിട്ട് വരുമ്പോൾ ഇവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം നമ്മൾ മഹാകാളി എന്ന് പറഞ്ഞൊരു കാളി മന്ദിരം ഇപ്പോൾ അതിൻ്റെ അടുത്തിരിക്കുകയാണ് അല്ലേ. സുധാമ്മയായിട്ട് ഇവിടെ വന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട് രാത്രി. അല്ലാതെ അമ്മ സമാധിക്ക് മുമ്പേ ഞാനുമായിട്ട് കിടന്നിട്ടുണ്ട്. ഇത് വിദ്യാജലവാസിനി ദേവിയുടെ കുറച്ച് ഇപ്പുറത്താണ്. ഇവിടെ കൂടെ ഒരു മുടുക്കി കൂടെയാണ് അമ്മ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അന്ന് ഇവിടെ പ്രകൃതിയില്ലായിരുന്നു. ഇപ്പം ബോണ്ടൊക്കെ വന്ന് ഇവിടെ വലിയൊരു പടിക്കെട്ട്, കുത്തന ഒരു പടിക്കെട്ട് മാത്രം ഉണ്ടായിരുന്നു. പടിക്കെട്ട് ഇതായിരുന്നു പടിക്കെട്ട്, കുത്തനുള്ള പടിക്കെട്ട്. ഇനിയും കുറച്ചു കാലം കഴിയുമ്പോൾ ഇവിടെ എല്ലാം മാറ്റം വരും. ഇതാണ് വിദ്യാജലവാസിനിയുടെ കുറച്ച് പ്രാധാന്യം. ജയ് മാതാജി.